ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത പുരാണം തൃതീയ സ്കന്ധം മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവത പുരാണത്തിൻ്റെ സന്ദർഭം ഒന്നാമത്തെ വീഡിയോയുടെ ആമുഖമായി വിശദമായി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. തൃതീയ സ്കന്ധത്തിൽ 6-ാമത്തെ ശ്ലോകം മുതൽ 16-ാമത്തെ ശ്ലോകം വരെ പരീക്ഷിത് രാജാവിൻ്റെ പിതാമഹന്മാരായിരുന്ന പാണ്ഡവരുടെ കാലത്ത് ജീവിച്ചിരുന്ന വിതുരർ തൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ഗൃഹം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുവാനുണ്ടായ സാഹചര്യത്തെ വർണ്ണിക്കുന്നതാണ്. അതിൽ 6 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഈ വീഡിയോയിൽ 10 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഒരു വന്ദന ശ്ലോകത്തോടെ ആരംഭിക്കാം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യത്തെ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേഃ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. ശുകരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. 6 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങളുടെ വൃത്തം ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര, ഉപജാതി ഇതിലായി വ്യാപിച്ചു കിടക്കുന്നു. ഛന്ദശാസ്ത്രത്തിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. അതിവിടെ എഴുതിയിട്ടുണ്ട്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. അപ്പോൾ ഈ അധ്യായത്തിലെ ഇനിയുള്ള ശ്ലോകങ്ങൾ ഇതേ വൃത്തത്തിലായിരിക്കും നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ശ്രീ ശുകമഹർഷി പരീക്ഷിത് രാജാവിനോട് വിതുരർ തൻ്റെ ഗൃഹം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യത്തെ വർണ്ണിക്കുന്നതാണ് ശ്ലോകങ്ങൾ. 3-ാമത്തെ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. ശ്രീ ശുക ഉവാച യദോപഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ടഃ കില പൂർവജേന അഥാഹ തന്മന്ത്രദൃശാം വരീയാൻ യന്മന്ത്രിണോ വൈദുരികം വദന്തി. പദച്ഛേദം. യദാ ഉപഹൂതഃ ഭവനം പ്രവിഷ്ടഃ മന്ത്രായ പൃഷ്ടഃ കില പൂർവജേന അഥ ആഹ തത് മന്ത്രദൃശാം വരീയാൻ യത് മന്ത്രിണഃ വൈദുരികം വദന്തി. ഈ ശ്ലോകത്തിൻ്റെ സന്ദർഭം രാജ്യകാര്യങ്ങളുടെ ആലോചനയ്ക്കായി രാജാവായ ധൃതരാഷ്ട്രർ വിതുരരെ രാജഭവനത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആ രാജഭവനത്തിൽ വച്ച് വിതുരർ രാജാവിന് നൽകിയ ഉപദേശങ്ങളാണ് വിതുരവാക്യം എന്ന് അറിയപ്പെടുന്നത്. മഹാഭാരതത്തിൽ അത് വിശദമായി ഉണ്ട്. ഭാഗവതത്തിൽ രാജാവും വിതുരരും തമ്മിലുള്ള സംഭാഷണം 3 ശ്ലോകങ്ങളിലൂടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത 3 ശ്ലോകങ്ങൾ വിതുരർ രാജാവിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ശ്ലോകത്തിലെ ക്രിയാപദങ്ങൾ പൃഷ്ടഃ അതൊരു കർമ്മണി പ്രയോഗമാണ്. ആസീത് ഭൂതകാലത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ആഹ വദന്തി. ഇനിയും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് ശ്ലോകത്തിലെ പദങ്ങളെ ക്രിയാപദത്തിനോട് യോജിപ്പിക്കാം. അതിനെയാണ് നമ്മൾ ആകാംക്ഷാക്രമം എന്ന് പറയുന്നത്. ആദ്യത്തെ ക്രിയാപദം എടുക്കാം. പൃഷ്ടഃ ആസീത് കില. കില അവ്യയമാണ്. ഉപദേശം ചോദിക്കപ്പെട്ടവനായി പോലും. ആരാൽ? പൂർവജേന ജ്യേഷ്ഠ ഭ്രാതാവായ ധൃതരാഷ്ട്രരാൽ.
ആര് ചോദിക്കപ്പെട്ടു? പ്രവിഷ്ട, എത്തിച്ചേർന്ന വിതുരർ. എവിടേക്ക് എത്തിച്ചേർന്ന? ഭവനം, രാജഭവനത്തിലേക്ക്. എങ്ങനെയുള്ള വിതുരർ? ഉപഹൂത, വിളിച്ചു വരുത്തപ്പെട്ട. എന്തിനു വേണ്ടി വിളിച്ചു വരുത്തപ്പെട്ട വിതുരർ? മന്ത്രായ, രാജ്യകാര്യ ആലോചനയ്ക്കായി. അടുത്ത ക്രിയാപദം ആഹ. ഏത് അവ്യയമാണ്? യത് ആഹ. യാതൊന്നു പറയുകയുണ്ടായോ? ആരു പറയുകയുണ്ടായി? വരീയാൻ, ശ്രേഷ്ഠനായ അദ്ദേഹം, വിതുരർ. ആരിൽ വെച്ച് ശ്രേഷ്ഠനായ അദ്ദേഹം? മന്ത്രദൃശാം, രാജ്യതന്ത്രജ്ഞന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠനായ അദ്ദേഹം. അടുത്ത ക്രിയാപദം വദന്തി, പറഞ്ഞു വരുന്നു. എന്ത് എന്ന് പറഞ്ഞു വരുന്നു? വൈദുരികം, വിദുരവാക്യം എന്ന്. ഏതിനെ പറഞ്ഞു വരുന്നു? തത്, അതിനെ. വിതുരർ രാജാവിനോട് എന്താണോ പറഞ്ഞത് അതിനെ വിദുരവാക്യം എന്ന് പറഞ്ഞു വരുന്നു. ഇനി യഥാ അധ, ഇത് എപ്പോൾ സംഭവിച്ചോ അതിനുശേഷമാണ് വിതുരർ സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയത്. ഇനി നമ്മൾ താഴേന്ന് മുകളിലേക്ക് വായിച്ചാൽ ശ്ലോകത്തിൻ്റെ അർത്ഥമായി ഞാൻ വായിക്കാം. രാജ്യകാര്യാലോചനയ്ക്കായി വിളിച്ചു വരുത്തപ്പെട്ട രാജഭവനത്തിലേക്ക് എത്തിച്ചേർന്ന വിതുരർ ജ്യേഷ്ഠഭ്രാതാവായ ധൃതരാഷ്ട്രരാൽ ഉപദേശം ചോദിക്കപ്പെട്ടവനായി പോലും. രാജ്യതന്ത്രജ്ഞന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠനായ അദ്ദേഹം യാതൊന്നു പറയുകയുണ്ടായോ അതിനെ വിദുരവാക്യം എന്ന് പറഞ്ഞു വരുന്നു. ഇത് എപ്പോൾ സംഭവിച്ചോ അതിനുശേഷം വിതുരർ സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി. ശ്ലോകത്തിൻ്റെ അന്വയം. ശ്ലോകം ഒരു ഗദ്യരൂപത്തിൽ കിട്ടും. നമ്മൾ എഴുതിയ ആകാംക്ഷാക്രമം താഴേന്ന് മുകളിലേക്ക് എഴുതിയാൽ മതി. മന്ത്രായ ഉപഹൂതഃ ഭവനം പ്രവിഷ്ടഃ വിതുരഃ പൂർവജേന പൃഷ്ടഃ കില മന്ത്രദൃശാം വരീയാൻ യത് ആഹ തത് വിദുരവാക്യം ഇതി വദന്തി. ശ്ലോകത്തിൻ്റെ അർത്ഥം മലയാളത്തിൽ. രാജ്യകാര്യാലോചനയ്ക്കായി വിളിച്ചു വരുത്തപ്പെട്ട രാജഭവനത്തിലേക്ക് എത്തിച്ചേർന്ന വിതുരർ ജ്യേഷ്ഠഭ്രാതാവായ ധൃതരാഷ്ട്രരാൽ ഉപദേശം ചോദിക്കപ്പെട്ടവനായി പോലും. രാജ്യതന്ത്രജ്ഞന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠനായ അദ്ദേഹം യാതൊന്നു പറയുകയുണ്ടായോ അതിനെ വിദുരവാക്യം എന്നു പറഞ്ഞു വരുന്നു. ഇങ്ങനെ ഒരു സംഭവം എപ്പോൾ നടന്നോ അതിന് ശേഷം വിതുരർ സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി. പതിനൊന്നാമത്തെ ശ്ലോകം. അജാതശത്രോ പ്രതിയച്ഛദായം തിതിക്ഷതോ ദുർവിഷഹം തവാഗഃ സഹാനുജോ യത്ര വൃകോദരാഹിഃ ശ്വസൻരുഷായ ത്വമലം ബിഭേഷി. പദച്ഛേദം. അജാതശത്രോഃ പ്രതിയച്ഛദായം തിതിക്ഷതഃ ദുർവിഷഹം തവ ആഗഃ സഹാനുജഃ യത്ര വൃകോദരാഹിഃ ശ്വസൻ രുഷാ യത് ത്വം അലം ബിഭേഷി. ആ രാജഭവനത്തിൽ വച്ച് വിതുരർ ധൃതരാഷ്ട്രരോട് പറയുന്നതാണ് സന്ദർഭം. ശ്ലോകത്തിലെ ക്രിയാപദങ്ങൾ പ്രതിയച്ഛ, ബിഭേഷി, അസ്തി. അത് ഒരു വാചകം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. അർത്ഥം ഉണ്ട്, ആകുന്നു, ഇങ്ങനെയെല്ലാമാണ് അസ്തി എന്ന പദത്തിൻ്റെ അർത്ഥം. ആദ്യത്തെ ക്രിയാപദം പ്രതിയച്ഛ, തിരികെ നൽകൂ. ഏതിനെ തിരികെ നൽകൂ? ദായം, അവകാശപ്പെട്ട ഭാഗം. ആർക്ക് അവകാശപ്പെട്ട ഭാഗം? അജാതശത്രോഹോ, യുധിഷ്ഠിരന്. എങ്ങനെയുള്ള യുധിഷ്ഠിരന്? തിതിക്ഷതഃ, പൊറുത്തുകൊണ്ടിരിക്കുന്ന. എന്തിനെ പൊറുത്തുകൊണ്ടിരിക്കുന്ന? ആഗഹ, അപരാധത്തെ. എങ്ങനെയുള്ള അപരാധത്തെ? ദുർവിഷഹം, പൊറുക്കവയ്യാത്ത അപരാധത്തെ. ആരുടെ അപരാധത്തെ? തവ, അങ്ങയുടെ.
അടുത്ത ക്രിയാപദം അസ്തി, ഇരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ട്, ആകുന്നു എന്നെല്ലാം അർത്ഥം. ആര് ഇരിക്കുന്നു? വൃക്കോദരാഹിഹി, ഭീമനാകുന്ന സർപ്പം. എങ്ങനെയുള്ള ഭീമൻ? സഹ അനുജഹ, അനുജന്മാരുടെ കൂടെ. എന്തു ചെയ്തുകൊണ്ട്? ശ്വസൻ, ചീറിക്കൊണ്ട്. എന്താൽ ചീറിക്കൊണ്ട്? രുഷ, ക്രോധത്താൽ. എന്തിലുള്ള ക്രോധത്താൽ? എത്ര, യാതൊരു ആ അപരാധത്തെ അധികരിച്ചുള്ള ക്രോധത്താൽ. അടുത്ത ക്രിയാപദം ബിഭേഷി, ഭയപ്പെടുന്നുണ്ട്. ആര് ഭയപ്പെടുന്നുണ്ട്? ത്വം അലം, അങ്ങ് അത്യന്തം ഭയപ്പെടുന്നുണ്ട്. എന്തിനെ ഭയപ്പെടുന്നു? യത്, ആ സർപ്പത്തെ. താഴെ മുകളിലേക്ക് വായിക്കാം. അങ്ങയുടെ പൊറുക്കവയ്യാത്ത അപരാധത്തെ പൊറുത്തുകൊണ്ടിരിക്കുന്ന യുധിഷ്ഠിരന് അവകാശപ്പെട്ട ഭാഗം തിരികെ നൽകൂ. യാതൊരു ആ അപരാധത്തെ അധികരിച്ചുള്ള ക്രോധത്താൽ ചീറിക്കൊണ്ട് അനുജന്മാരുടെ കൂടെ ഭീമനാകുന്ന സർപ്പം ഇരിക്കുന്നു. ആ സർപ്പത്തെ അങ്ങ് അത്യന്തം ഭയപ്പെടുന്നുണ്ട്. അന്വയഃ. 3 ക്രിയാപദങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ 3 വാചകങ്ങളും കിട്ടും. താഴേന്ന് മുകളിലേക്ക് എഴുതിയാൽ അന്വയമായി. തവ ദുർവിഷഹം ആഗഹ തിദിക്ഷതഃ അജാതശത്രോഃ ദായം പ്രതിയച്ഛ യത്ര രുഷാ ശ്വസൻ സഹ അനുജഃ വൃക്കോദരാഹിഃ അസ്തി ത്വം അലം ബിഭേഷി. അങ്ങയുടെ പൊറുക്കവയ്യാത്ത അപരാധത്തെ പൊറുത്തുകൊണ്ടിരിക്കുന്ന യുധിഷ്ഠിരന് അവകാശപ്പെട്ട ഭാഗം തിരികെ നൽകൂ. യാതൊരു ആ അപരാധത്തെ അധികരിച്ചുള്ള ക്രോധത്താൽ ചീറിക്കൊണ്ട് അനുജന്മാരുടെ കൂടെ ഭീമനാകുന്ന സർപ്പം ഇരിക്കുന്നുവോ, ആ സർപ്പത്തെ അങ്ങ് അത്യന്തം ഭയപ്പെടുന്നുണ്ട്. പന്ത്രണ്ടാമത്തെ ശ്ലോകം. പാർത്ഥാംസ്തു ദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവാൻ സക്ഷിതി ദേവദേവഃ ആസ്തേ സ്വപുര്യാം യദുദേവദേവോ വിനിർജിതാശേഷനൃദേവദേവഃ. പദച്ഛേദം. പാർത്ഥാൻ തു ദേവഃ ഭഗവാൻ മുകുന്ദഃ ഗൃഹീതവാൻ സക്ഷിതിദേവദേവഃ ആസ്തേ സ്വപുര്യാം യദുദേവദേവഃ വിനിർജിതാശേഷനൃദേവദേവഃ. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ക്രിയാപദങ്ങൾ ആസ്തേ ശ്ലോകത്തിലുണ്ട്. അസ്തി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു വാചക പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്. ഗൃഹീതവാൻ അസ്തി, സ്വന്തമായി എടുത്തു കഴിഞ്ഞു. ആര് സ്വന്തമായി എടുത്തു കഴിഞ്ഞു? മുകുന്ദഃ, ശ്രീകൃഷ്ണൻ. എങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ? ഭഗവാൻ, സർവൈശ്വര്യാദി ഷഡ്ഗുണോപേതനുമായ ശ്രീകൃഷ്ണൻ. പിന്നെയും അടുത്തത് കൃഷ്ണൻ്റെ വിശേഷണമാണ്. ദേവഃ, സംപൂജ്യനും. സക്ഷിതിദേവദേവഃ, ഭൂദേവന്മാരോടും ദേവന്മാരോട് കൂടിയിരിക്കുന്നവനുമായ ശ്രീകൃഷ്ണൻ. ഭൂദേവന്മാർ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ. ആരെ എടുത്തു കഴിഞ്ഞു? പാർത്ഥാന്തു, കുന്തിപുത്രന്മാരെ ആകട്ടെ. അടുത്ത ക്രിയാപദം ആസ്തേ, ഇരിക്കുന്നുണ്ട്. ആരിയ്ക്കുന്നുണ്ട്? യദുദേവദേവഃ, ആ യാദവോത്തമോത്തമൻ, യാദവന്മാരിൽ ഉത്തമന്മാരായവരിൽ ഉത്തമനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ. എങ്ങനെയുള്ള യദുദേവദേവഃ? വിനിർജിതാശേഷനൃദേവദേവഃ, സമസ്ത രാജാധിരാജന്മാരെയും നിശേഷം ജയിച്ചൊതുക്കി നിർത്തിയ. എവിടെ ഇരിക്കുന്നുണ്ട്? സ്വപുരിയാം, സ്വനഗരത്തിൽ, ശ്രീകൃഷ്ണൻ്റെ നഗരത്തിൽ, ദ്വാരകയിൽ. ഇനി താഴെ നിന്ന് മുകളിലേക്ക് വായിക്കാം. ശ്ലോകത്തിൻ്റെ അർത്ഥമാകും. കുന്തിപുത്രന്മാരെ ആകട്ടെ ഭൂദേവന്മാരോടും ദേവന്മാരോടു കൂടിയിരിക്കുന്നവനും
സംപൂജ്യനും സർവൈശ്വര്യാദി ഷഡ്ഗുണോപേതനുമായ ശ്രീകൃഷ്ണൻ സ്വന്തമായി എടുത്തു കഴിഞ്ഞു. സ്വനഗരത്തിൽ സമസ്ത രാജാധിരാജന്മാരെയും നിശേഷം ജയിച്ചൊതുക്കി നിർത്തിയ ആ യാദവോത്തമോത്തമൻ ഇരിക്കുന്നുണ്ട്. ഇതാണ് വിദുരർ രാജാവിനോട് പറയുന്നത്. അന്വയഃ പാർത്ഥാൻ തു സക്ഷിതിദേവദേവഃ ദേവഃ ഭഗവാൻ മുകുന്ദഃ ഗൃഹീതവാൻ അസ്തി സ്വപുര്യാം വിനിർജിതാശേഷനൃദേവദേവഃ യദുദേവദേവഃ ആസ്തേ. ശ്ലോകത്തിൻ്റെ അർത്ഥം മലയാളത്തിൽ: കുന്തിപുത്രന്മാരെ ആകട്ടെ ഭൂദേവന്മാരോടും ദേവന്മാരോടു കൂടി ഇരിക്കുന്നവനായ സംപൂജ്യനും സർവൈശ്വര്യാദി ഷഡ്ഗുണോപേതനുമായ ശ്രീകൃഷ്ണൻ സ്വന്തമായി എടുത്തു കഴിഞ്ഞു. സ്വനഗരത്തിൽ സമസ്ത രാജാധിരാജന്മാരെയും നിശേഷം ജയിച്ചൊതുക്കി നിർത്തിയ ആ യാദവോത്തമൻ ഇരിക്കുന്നുണ്ട്. പതിമൂന്നാമത്തെ ശ്ലോകം: സയേഷ ദോഷഃ പുരുഷദ്വിഡാസ്തേ ഗൃഹാൻ പ്രവിഷ്ടോയമപത്യമത്യ പുഷ്ണാസി കൃഷ്ണാദ് വിമുഖോ ഗതശ്രീഃ ത്യജാശ്വശൈവം കുലകൗശലായ. പദച്ഛേദം: സഹ ഏഷഃ ദോഷഃ പുരുഷദ്വിഡ് ആസ്തേ ഗൃഹാൻ പ്രവിഷ്ടഃ അയം അപത്യമത്യ പുഷ്ണാസി കൃഷ്ണാത് വിമുഖഃ ഗതശ്രീഃ ത്യജ ആശു അശൈവം കുലകൗശലായ. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഈ ശ്ലോകവും വിദുരർ രാജാവിനോട് പറയുന്നത് തന്നെയാണ്. ക്രിയാപദങ്ങൾ: ആസ്തേ, പുഷ്ണാസി, ത്യജ. ആസ്തേ ആയിരിക്കുന്നു. ഏതായിരിക്കുന്നു? ദോഷഃ ഒരു കെടുതി തന്നെ. എങ്ങനെയുള്ള കെടുതി? പ്രവിഷ്ടഃ കടന്നു വന്നിട്ടുള്ള. എവിടേക്ക് കടന്നു വന്നിട്ടുള്ള? ഗൃഹാൻ ഗൃഹത്തിലേക്ക്. ആര് ആയിരിക്കുന്നു? സഹ ഏഷഃ ആ ഇവൻ ദുര്യോധനൻ. എങ്ങനെയുള്ള ദുര്യോധനൻ? പുരുഷദ്വിഡ് പുരുഷോത്തമ ദ്വേഷിയായ. അടുത്ത ക്രിയാപദം പുഷ്ണാസി വളർത്തുകയാണോ? ആര് വളർത്തുകയാണ്? ത്വം താങ്കൾ. എങ്ങനെയുള്ള താങ്കൾ? വിമുഖഃ പരാങ്മുഖനായ. ആരിൽ നിന്നും പരാങ്മുഖൻ? കൃഷ്ണാത് കൃഷ്ണനിൽ നിന്ന്. എങ്ങനെയുള്ള അങ്ങുന്ന്? അടുത്ത വിശേഷണമാണ് രാജാവിൻ്റെ. ഗതശ്രീഹി നിശ്രീകനായിരിക്കുന്ന, എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടവനായിരിക്കുന്ന. ആരെ വളർത്തുകയാണ്? യം യാതൊരുത്തനെ. എന്താൽ വളർത്തുകയാണ്? അപത്യമത്യ പുത്രൻ എന്ന ഭാവത്തോടെ. അടുത്ത ക്രിയാപദം ത്യജ. ആശു അത് അവ്യയമാണ്. അതിവേഗം വിട്ടുകളയുക. ആശു ത്യജ അതിവേഗം വിട്ടുകളയുക. ആരെ ത്യജിക്കുക? അശൈവം ആ അശുഭവനെ. എന്തിനായിക്കൊണ്ട് ത്യജിക്കുക? കുല കൗശലായ സ്വവംശത്തിൻ്റെ പൊതുനന്മയ്ക്കായിക്കൊണ്ട് ആ അശുഭവനെ അതിവേഗം വിട്ടുകളയുക. ഇനി താഴേന്ന് മുകളിലേക്ക് വായിക്കാം. ശ്ലോകത്തിൻ്റെ അർത്ഥം കിട്ടും. പുരുഷോത്തമ ദ്വേഷിയായ ആ ഇവൻ ദുര്യോധനൻ ഗൃഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു കെടുതി തന്നെ ആയിരിക്കുന്നു. പുത്രൻ എന്ന ഭാവത്തോട് യാതൊരുത്തനെ നിശ്രീകനായിരിക്കുന്ന കൃഷ്ണനിൽ നിന്നും പരാങ്മുഖനായ താങ്കൾ വളർത്തുകയാണോ? സ്വവംശത്തിൻ്റെ പൊതുനന്മയ്ക്കായിക്കൊണ്ട് ആ അശുഭവനെ അതിവേഗം വിട്ടുകളയുക. അപ്പോൾ വിദുരർ രാജാവിനോട് പറയുകയാണ്,
താങ്കൾ എത്രയും പെട്ടെന്ന് ദുര്യോധനനെ സ്വവംശത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് വിട്ടുകളയുക എന്ന് ഉപദേശം നൽകുന്നു. അന്വയഃ പുരുഷദ്വിഡ് സ യേഷ ഗൃഹാൻ പ്രവിഷ്ടഃ ദോഷഃ ആസ്തേ ഗതശ്രീഃ കൃഷ്ണാദ് വിമുഖഃ ത്വം യം അപത്യമത്യാ പുഷ്ണാസി കുലകൗശലായ അശൈവം തം ആശു ത്യജ. മലയാളത്തിൽ അർത്ഥം: പുരുഷോത്തമ ദ്വേഷിയായ ആ ഇവൻ ദുര്യോധനൻ ഗൃഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു കെടുതി തന്നെ ആയിരിക്കുന്നു. നിശ്രീകനായിരിക്കുന്ന കൃഷ്ണനിൽ നിന്നും പരാങ്മുഖനായിരിക്കുന്ന അങ്ങുന്ന് യാതൊരുത്തനെ പുത്രനെന്ന ഭാവത്തോടെ വളർത്തുകയാണോ, സ്വവംശത്തിൻ്റെ പൊതുനന്മയ്ക്കു വേണ്ടി ആ അശുഭവനെ അതിവേഗം വിട്ടുകളയുക. 14 ശ്ലോകം. ഇത്യൂജിവാംസ്തത്ര സുയോധനേന പ്രവൃദ്ധകോപസ്ഫുരിതാധരേണ അസത്കൃതഃ സത്സ്പൃഹണീയശീലഃ ക്ഷത്താ സകർണാനുജസൗബലേന. പദച്ഛേദം. ഇതി ഊജിവാൻ തത്ര സുയോധനേന പ്രവൃദ്ധകോപസ്ഫുരിതാധരേണ അസത്കൃതഃ സത്സ്പൃഹണീയശീലഃ ക്ഷത്താ സകർണാനുജസൗബലേന. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. സന്ദർഭം വിതുരരും രാജാവും തമ്മിലുള്ള സംഭാഷണം തന്നെയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന ദുര്യോധനൻ വർദ്ധിച്ച കോപത്തോട് വിതുരരെ അപമാനിക്കുന്നു. ക്രിയാപദം അസത്കൃതഃ ആസീത്, അപമാനിക്കപ്പെട്ടു. ഇതും കർമ്മണി പ്രയോഗമാണ്. അസത്കൃതഃ ആസീത്, ആര് അപമാനിക്കപ്പെട്ടു? ക്ഷത്ത, വിതുരർ. എങ്ങനെയുള്ള വിതുരർ? സത്സ്പൃഹണീയശീലഃ, സജ്ജനങ്ങൾക്ക് അഭിലഷണീയമായ സ്വഭാവത്തോടു കൂടിയവനായ. വീണ്ടും എങ്ങനെയുള്ള വിതുരർ? ഇതി ഊജിവാൻ, ഇപ്രകാരം പറഞ്ഞവനും സജ്ജനങ്ങൾക്ക് അഭിലഷണീയമായ സ്വഭാവത്തോടു കൂടിയവനുമായ വിതുരർ അപമാനിക്കപ്പെട്ടു. ആരാൽ അപമാനിക്കപ്പെട്ടു? സുയോധനേന, ദുര്യോധനനാൽ. എങ്ങനെയുള്ള ദുര്യോധനനാൽ? പ്രവൃദ്ധ കോപസ്ഫുരിത അധരേണ, വർദ്ധിച്ച കോപത്താൽ ചുണ്ടുവിറച്ചുകൊണ്ടുള്ള. വീണ്ടും എങ്ങനെയുള്ള ദുര്യോധനനാൽ? സകർണാനുജസൗബലേന, കർണ, ദുശാസന, ശകുനിമാരോടു കൂടിയിരിക്കുന്ന ദുര്യോധനനാൽ. എവിടെ വച്ച് അപമാനിക്കപ്പെട്ടു? തത്ര, അവിടെ വച്ച്, ആ രാജ്യസഭയിൽ വച്ച് അപമാനിക്കപ്പെട്ടു. താഴെ നിന്ന് മുകളിലേക്ക് വായിക്കാം. അവിടെ വച്ച് കർണ, ദുശാസന, ശൗകുനിമാരോട് കൂടിയിരിക്കുന്ന, വർദ്ധിച്ച കോപത്താൽ ചുണ്ടുവിറച്ചുകൊണ്ടുള്ള ദുര്യോധനനാൽ ഇപ്രകാരം പറഞ്ഞവനും സജ്ജനങ്ങൾക്ക് അഭിലഷണീയമായ സ്വഭാവത്തോടു കൂടിയവനുമായ വിതുരർ അപമാനിക്കപ്പെട്ടു. അന്വയഃ തത്ര സകർണാനുജസൗബലേന പ്രവൃദ്ധകോപസ്ഫുരിതാധരേണ സുയോധനേന ഇതി ഊജിവാൻ സത്സ്പൃഹണീയശീലഃ വിതുരഃ അസത്കൃതഃ ആസീത്. അവിടെ വച്ച് കർണ, ദുശാസന, ശൗകുനിമാരോട് കൂടിയിരിക്കുന്ന, വർദ്ധിച്ച കോപത്താൽ ചുണ്ടുവിറച്ചുകൊണ്ടുള്ള ദുര്യോധനനാൽ ഇപ്രകാരം പറഞ്ഞവനും സജ്ജനങ്ങൾക്ക് അഭിലഷണീയമായ സ്വഭാവത്തോടു കൂടിയവനുമായ വിതുരർ അപമാനിക്കപ്പെട്ടു. ഇനിയും
15-16 ശ്ലോകങ്ങളിൽ ദുര്യോധനൻ വിദുരരെ എപ്രകാരമാണ് അപമാനിച്ചതെന്ന് വിശദീകരിക്കുന്നു. 17 മുതലുള്ള ശ്ലോകങ്ങൾ വിദുരരുടെ തീർത്ഥയാത്ര തുടങ്ങുകയാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാം. വനമാലി ഗതി ശാർംഗി ശംഖി ചക്രീ ച നന്ദകി ശ്രീമന്നാരായണോ വിഷ്ണുർ വാസുദേവോഭിരക്ഷതു. രോഗാർത്തോ മുച്യത്തെ രോഗാത് ബദ്ധോ മുച്യേത ബന്ധനാത്. ഭയാന്മുച്യേത ഭീതസ്തു മുച്യേതാപന്ന ആപദഃ. ന ക്രോധോ ന ച മാത്സര്യം ന ലോഭോ ന ശുഭാമതിഃ. ഭവന്തി കൃതപുണ്യാനാം ഭക്താനാം പുരുഷോത്തമേ. ഓം തത്സത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നമസ്കാരം.